ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ഒരു പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരാണ്. ഇന്ന് ശരിക്കും ക്രിസ്തുവിൻ്റെ ഈ പീഡാസഹനത്തിലേക്ക് എടുക്കുകയാണ്. കാരണം നാളെ പെസഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഈ ഗ്രീക്കുകാർ വന്ന് കർത്താവിനെ അന്വേഷിക്കുകയാണ്. ഈ ഗ്രീക്കുകാരെ അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് വായിക്കണം യോഹന്നാന്റെ സുവിശേഷത്തിൽ. ക്രിസ്തു പറയുന്നുണ്ട്, ഈ ശരിക്കും പറഞ്ഞ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നൊരു വിഷയം അന്ത്രയോസ് എന്ന് പറയുന്നൊരു വിഷയമാണ്. ശരിക്കും എനിക്ക് അന്ത്രയോസ് ലീഹായി നമ്മളങ്ങ് അത്ര കണ്ടങ്ങ് ബഹുമാനിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നമ്മൾ പത്രോസിനെ കുറിച്ച് അറിയാം, നമുക്ക് യാക്കോബിനെയും യോഹന്നാനെ കുറിച്ച് അറിയാം. പക്ഷെ ഈ പത്രോസിന്റെ സഹോദരൻ ഈ അന്ത്രയോസിനെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ട് ഭാഗത്താണ് പ്രധാനമായിട്ട് നമ്മുടെ സുവിശേഷത്തിൽ കണ്ടെത്തുക. ഒന്ന്, 5,000 പേർക്ക് വെച്ച് വിളമ്പുമ്പോൾ ഈ 5 കൊച്ചിനെ കണ്ടുപിടിച്ചിട്ട് ഈശോയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് ഈ അന്ത്രയോസാണ്. പിന്നെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈ ഗ്രീക്കുകാർ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് ഈ ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അന്ത്രയോസാണ്. ഈ അന്ത്രയോസിന്റെ പുണ്യം എന്താ? അപ്പോൾ എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്, അവരെ ദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നീ ഒരു അന്ത്രോസായിട്ട് മാറുന്നുള്ളത്. ഈ അന്ത്രയോസിന്റെ ഒരു നന്മ നിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ടോ? നിന്റെ ജീവിതം കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ ഒരു ധ്യാന വിഷയം അത് തന്നെയാവട്ടെ. നീ വലിയ പുണ്യമൊക്കെ നീ പറയുന്നുണ്ടാവാം, നീ വലിയ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടാവും, ആത്മീയ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ശരിക്കും ഞാൻ ഒരു ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവനായി മാറുന്നുണ്ടോ? തമാശയായിട്ടാണെങ്കിലും പണ്ട് പറഞ്ഞൊരു കഥ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരു മെത്രാനും ഒരു ബസ് ഡ്രൈവറും മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലാണ്. ചെന്ന് കഴിയുമ്പോൾ മെത്രാന് ഭയങ്കര കോൺഫിഡൻസ് ആണ്, താനിങ്ങനെ ഉറപ്പായിട്ടും ഈ സ്വർഗത്തിൽ തനിക്കൊരു പേരുണ്ടാകും എന്നുള്ളത്. പക്ഷെ ബസ് ഡ്രൈവർ ഒരു പാവം മനുഷ്യൻ, പുള്ളി പറയാണ്, എനിക്ക് സാധ്യതയൊന്നുമില്ല, ഞാനങ്ങനെ പള്ളിയിലും പോയിട്ടില്ല, പ്രാർത്ഥിക്കാറൊന്നുമില്ല, അപ്പം എൻ്റെ പേര് അവിടെ ഉണ്ടാവില്ല എന്ന ഉറപ്പോട് കൂടി ആ മനുഷ്യൻ പോകണം. രണ്ടുപേരുടെ ഉറപ്പ് രണ്ട് രീതിയിലാണല്ലോ. അങ്ങനെ ചെന്ന് പത്രോസിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, മെത്രാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് മെത്രാനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷമായിട്ട് പറയുമ്പോൾ പത്രോസ് ഇങ്ങനെ ആ ബുക്ക് മുഴുവൻ തപ്പുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നും കാണുന്നില്ല. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ പേര് കാണാൻ സാധ്യതയില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ആത്മീയ മനുഷ്യനൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ പത്രോസ് പറഞ്ഞു, എന്നാലും നിന്റെ പേര് പറയും. അവനിങ്ങനെ പേരൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അവൻ്റെ പേര് വളരെ സുന്ദരമായിട്ട് തങ്കലിപിയിൽ ആ പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. അവൻ തന്നെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഈ പറയുന്ന മെത്രാൻ കലഹിക്കുകയാണ്, ഞാൻ ഇങ്ങനെ മെത്രാനായി ആത്മീയതയിൽ ജീവിച്ചിട്ട് എൻ്റെ പേരില്ല, ഇദ്ദേഹം തന്നെ പറയാം ഞാൻ താന്നൂതിയായിട്ട് ജീവിച്ചിരുന്നിട്ട് എൻ്റെ പേരുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ പത്രോസ് പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാണ് പഴയ കാര്യം. ഈ മനുഷ്യൻ ഭൂമിയിൽ ചായിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ദൈവമേ എന്ന് വിളിക്കുമായിരുന്നു. അപകടത്തിൽപ്പെട്ടാൽ ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിക്കുമായിരുന്നു. ഈ വിളി ഈ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ആ വിളികൾക്ക്, ആ ആത്മാർത്ഥതയ്ക്ക് സ്വർഗം കൊടുത്ത ഒരു തങ്കലിപിയിലുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് ഈ പത്രോസ് പറയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ, ഈ ഒരു കണ്ടുമുട്ടൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഹൃദയത്തിൽ കൂറിയിടാൻ മാത്രം ഒരു ആത്മീയത. ഈ അന്ത്രയോസിനെ പോലെ മറ്റുള്ളവരെ നന്മയിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു ആത്മീയത. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ബസ് ഡ്രൈവറിനെ പോലെ ദൈവമേ എൻ്റെ ഈ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്ന ഈ മനുഷ്യരെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. ഇദ്ദേഹത്തെ കാണുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ പലരും ദൈവത്തിലേക്ക് അടുത്തു എന്നൊക്കെ ഈ പത്രോസ് പറയണത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ അന്ത്രയോസിനെ പോലെ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ, ദൈവത്തിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമാണ്. ആ ഒരു തിരിച്ചറിവോടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.